ഇവൾക്ക് കണ്ട 3-4 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിയാനൊക്കെ ഇവൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവൾക്ക് എന്ത്, ഇവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട്, ഇവൾ കഴിഞ്ഞ ദിവസത്തെ ഇവളുടെ കാണണം, അവൾ തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് ക്രീമും പുരട്ടി കണ്ട ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ വ്യഭിചരിക്കാനാണ് പഠിപ്പിച്ചത്. സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തുന്ന ഒരു വിവാദത്തെ കുറിച്ച് തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ മാഫിയ. നിങ്ങൾ പലരും കേട്ട് കാണും അല്ലേ? പണം വാങ്ങി അശ്ലീല കോണ്ടന്റുകൾ നൽകുന്ന ആ ഒരു രീതിയെ കുറിച്ച്. ഇതിനെതിരെ നടി വേദലക്ഷ്മി കഴിഞ്ഞ ദിവസം നടത്തിയൊരു വെളിപ്പെടുത്തലും അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ രേണു സുധിയുടെ അച്ഛനായ തങ്കച്ചന് ഒരാൾ അയച്ച വോയിസ് മെസ്സേജും അതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. എന്തായാലും സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നത് കേട്ടോ. ഒരു അച്ഛൻ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആദ്യം ആ ഒരു ഓഡിയോ ക്ലിപ്പ് എന്താണെന്ന് കേട്ടു നോക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്. കോട്ടയത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇവൾ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മുഴുവൻ കൊടുന്ന പള്ളിക്കാരെയും കാര്യങ്ങളെല്ലാം കാണിച്ച് ഇതിനൊരു തീരുമാനമാക്കും. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് മരിച്ചാൽ തുണി അഴിച്ചിട്ടിട്ടാണോ ജീവിക്കുന്നത്? അല്ല ബാറിൽ ഡാൻസ് ചെയ്താണോ ജീവിക്കുന്നത്? ജോലി ചെയ്ത് ജീവിക്കണം. ഇവൾക്ക് കണ്ട 3-4 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിയാനൊക്കെ ഇവൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവൾക്ക് എന്തെങ്കിലും ഒരു ജോലി, ഇവൾ എന്തെല്ലാം തൊഴിൽ പഠിച്ചിട്ടുണ്ട്. നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, അവള് എയർപോർട്ടിൽ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്, മറ്റേത് പഠിച്ചിട്ടുണ്ട്, മറിച്ചത് പഠിച്ചിട്ടുണ്ടെന്ന്. അവള് പഠിച്ചത് എന്തെങ്കിലും തൊഴിൽ അവള് ചെയ്യട്ടെ. ഇവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട്, അവൾ കഴിഞ്ഞ ദിവസത്തെ ഇവളുടെ കാണണം, അവൾ തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് ക്രീമും പുരട്ടി കണ്ട ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. അവിടെ റേറ്റ് എത്രയാന്ന് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങളൊരു അപ്പനല്ലേ? നിങ്ങൾ പള്ളിയുടെ ഏതാണ്ട് വലിയ ഭാരവാഹിത്വം വഹിച്ച് നടക്കുന്ന ഒരുത്തനല്ലേ? ഇപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവളുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇന്റലിജൻസി കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരീഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൾ ഇനി വിദേശത്ത് പോവുകയോ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവളെ നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഇവൾ ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ വ്യഭിചരിക്കാനാണ് പഠിപ്പിച്ചത്. വ്യഭിചരിച്ച് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ടോ വ്യഭിചരിച്ച് ജീവിക്കാൻ? ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം വ്യഭിചരിച്ചാണോ ജീവിക്കുന്നത്? നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളൊരാണാണോ? സ്വന്തം മകള് വ്യഭിചരിച്ചിട്ട് കൊണ്ടുവരുന്നത് ഒരു കുടുംബം മൊത്തം തിന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിൻ്റെ അകത്ത് ഒരു അച്ഛനും എല്ലാവരും ഒന്നുകൊണ്ട് നിങ്ങൾ എന്തുവായി കാണിക്കുന്നതൊക്കെ? ഇതൊക്കെ നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവളുടെ അഹങ്കാരമൊക്കെ, ഇവള് അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, ഇവള് വ്യഭിചരിക്കണോ? അവള് വ്യഭിചരിച്ചോട്ടെ. അവള് പേഴ്സണലായിട്ട് അവള് ആരെ വിളിച്ച് വേണമെങ്കിൽ വ്യഭിചരിക്കുകയോ കാശുണ്ടാക്കും. ഇവൾ എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? ഇവൾ എന്തിനാ സബ്സ്ക്രിപ്ഷൻ എടുത്തു? ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തുണി അഴിച്ചിട്ട് വയറ് കാണിച്ചും ബുക്കിള് കാണിച്ചും വട കാണിച്ചു വേണം. അവള് പറയുന്നത് വട അവിടെ ചെറിയ വടയാണെന്നും. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾക്ക് പോയി ആത്മഹത്യ ചെയ്യും. ഇതൊന്നും മകളെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ല. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ. നിങ്ങളുടെ പള്ളിയുടെ കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിച്ച് ഇവൾ എന്താ ചെയ്യണമെന്ന് അവരറിയണമല്ലോ. അതിന്റെ ഇത് നിങ്ങളോട് അവർ ചോദിക്കും. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളോട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ആ ഒരു ഓഡിയോയില് ഒരാൾ തങ്കച്ചനോട് വളരെ രൂക്ഷമായി തന്നെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു അല്ലെ? മകൾ കാണിക്കുന്നത് ശരിയല്ല, പള്ളിയിൽ പരാതിപ്പെടും എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. എന്നാൽ ഈ ഒരു വോയിസിന് മറുപടിയായിട്ട് തങ്കച്ചന്റെ വക്കീല് തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച ഒരു ഇതാണ് കേട്ടോ. അതായത് വക്കീല് പറയുന്നത് അദ്ദേഹം ഒരു ഹൃദയ രോഗിയാണെന്നും ഇത്തരം മെസ്സേജുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിർത്തണം എന്നൊക്കെ തന്നെയാണ്. നോക്കൂ, ഒരാളെ വ്യക്തിപരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനോ ഒന്നും നമ്മൾ ആരും അനുകൂലിക്കുന്നില്ല.
കാരണം അത് നിയമപരമായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, മറ്റൊരു കാര്യം തന്നെയാണ്. അതായത് സ്വന്തം മകൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന ഇത്തരം പ്രവൃത്തികൾ തെറ്റാണെന്ന് അത് മനസ്സിലാക്കി അവരെ തിരുത്താൻ ആ ഒരച്ഛനും തയ്യാറാകുന്നില്ല. പകരം എന്താണെന്ന് അറിയാമോ, മകളെ ന്യായീകരിക്കാനും ഇതിനെതിരെ സംസാരിക്കുന്നതിനൊക്കെ അല്ലെങ്കിൽ പേടിപ്പിക്കാനൊക്കെ തന്നെയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതും ആ ഒരു കുടുംബത്തെ കൂടുതൽ നാണക്കേടിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്, ഒരു സംശയമില്ല. ഇനി വേദലക്ഷ്മി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശമുണ്ട്. നമുക്ക് വേദലക്ഷ്മി പറഞ്ഞ എന്താണ് കാരണം വേദലക്ഷ്മി തന്റെ വീഡിയോയിൽ പറഞ്ഞത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അവർ പറയുന്ന കാര്യം കൂടി കേട്ടു നോക്കാം. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷന്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, ബ്ലോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, എക്സ് BB കോntestant ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായകന്മാർ പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ബ്ലോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യൺസ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീറെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നി. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിൽ എത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കും. എത്രയോ ശരിയായിട്ടുള്ള കാര്യമാണല്ലേ വേദലക്ഷ്മി പറഞ്ഞത്. കാരണം പല ഇൻഫ്ലുവൻസേഴ്സും വിചാരിക്കുന്നത് എന്താണ്, പണം നൽകുന്നവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ഇട്ടാൽ അത് പുറം ലോകം അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ വീഡിയോകൾ എന്താണ് റെക്കോർഡ് ചെയ്ത് ടെലിഗ്രാമിന് അതുപോലെ ഡീപ് വെബിലും ഒക്കെ വിൽപ്പനയ്ക്ക് വെക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ ഹൻസികയുടെ വീഡിയോ ഒക്കെ ലീക്ക് ആയതും അല്ലേ? അല്ലെങ്കിൽ ആർക്കറിയാമായിരുന്നു ഇക്കാര്യങ്ങള്? എന്തായാലും ഹൻസിയുടെ മാത്രമല്ല, നമുക്കറിയാം രേണുസുധയുടെ പല വീഡിയോസും പുറത്ത് വന്നിട്ടുള്ളതും ഇത്തരം റെക്കോർഡിംഗ് വഴി തന്നെയാണ്. അതിന് ഏത് രീതിയിൽ എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യം ദൈവത്തിന് തന്നെ അറിയാം. എന്തായാലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സെലിബ്രിറ്റികൾ പണത്തിന് വേണ്ടി നഗ്നതാ പ്രദർശനം നടത്തുമ്പോൾ അത് കണ്ടു പഠിക്കുന്ന കൊച്ചു കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. പണമുണ്ടാക്കാൻ ഇതൊരു എളുപ്പ വഴിയല്ലേ എന്നുള്ള സാധാരണക്കാരായ പെൺകുട്ടികൾ വരെ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ നാട് പിന്നെ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അതുകൊണ്ട് തന്നെയാണ് 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഹൻസിക കൃഷ്ണയെ പോലെയുള്ളവരൊക്കെ ഇത്തരം വഴികളിലേക്ക് വരുന്നതും വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നതൊക്കെ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. നോക്കൂ, ഫാഷൻ എന്നത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ വൾഗാരിറ്റി അല്ലെങ്കിൽ അശ്ലീലത എന്നത് ഒരിക്കലും സ്വാതന്ത്ര്യമല്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പലരും ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നതും എന്തുകൊണ്ടാണ്? നഴ്സിംഗും മറ്റു നല്ല ജോലികൾ പഠിച്ച പെൺകുട്ടികൾ പോലും ഇങ്ങനെയുള്ള മോശ വഴികൾ തിരഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ കഷ്ടം തന്നെയാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ? വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത്തരം കോണ്ടന്റുകൾ കാണുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് നമ്മളും ചെയ്യേണ്ടത്. ഒരു മാസ് റിപ്പോർട്ടിംഗ് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു മാഫിയ നമുക്ക് തടയാൻ സാധിക്കൂ. ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ അവരുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഈ ഒരു അശ്ലീലതയുണ്ടല്ലോ, നാളെ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതേ മനോഭാവം ഉണ്ടാകുമോ എന്നുള്ളതാണ്. പണമുണ്ടാക്കാൻ 1000 വഴികളുണ്ട്. പക്ഷെ സ്വന്തം അന്തസ്സും അതുപോലെ ആത്മാഭിമാനവും വിറ്റ് തുലച്ചുകൊണ്ടുണ്ടാകുന്ന പണത്തിന് എന്ത് മൂല്യമാണുള്ളത്? ഒരു അച്ഛനെ കൊണ്ട് സമൂഹത്തിന് മുന്നിലെ തല താഴ്ത്തി നിൽക്കുന്നത് എന്ത് തന്നെ സ്വാതന്ത്ര്യമാണ്? ഇത്രയും സബ്സ്ക്രിപ്ഷൻ മാഫിയകൾക്ക് അവർക്ക് കുട പിടിക്കുന്നവർക്കും നൽകാവുന്ന അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെ എവിടെ നിന്നല്ലേ? അങ്ങനെ ഒരു മാസ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാതിരിക്കുന്ന എത്ര ആൾക്കാർ കാണും?
കുറച്ച് പേര് മാത്രം കാണത്തുള്ളൂ. ഇവർക്ക് കിട്ടുന്ന ഈ ഒരു അനാവശ്യമായിട്ടുള്ള വ്യൂസും സപ്പോർട്ടും നൽകി ഇവരെ നമ്മൾ തന്നെയാണ് പ്രമുഖ ആക്കുന്നത്. പക്ഷെ അങ്ങനെ ആക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്തരം കോണ്ടന്റുകൾ കാണുമ്പോൾ പ്രതികരിക്കാനും റിപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത്. കാരണം നമ്മൾ ഇന്ന് പുലർത്തുന്ന ഈ ഒരു മൗനമുണ്ടല്ലോ, നാളെ ഈ ഒരു തലമുറയുടെ തന്നെ ഒരു നാശത്തിന് കാരണമായേക്കാം. എന്തായാലും കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? എന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ മറുപടികൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. സത്യത്തിനൊപ്പം നിൽക്കാൻ നമ്മൾ എന്നും ഉണ്ടാകണം. മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.